Again, okay, 3, 2, 1, go. കെവിൻ, ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ കെവിൻ ഇങ്ങനെ പുള്ളി ചെയ്യുമ്പോൾ അപർണ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യണം. ഓക്കെ, അടുത്തെത്തി കഴിയുമ്പോൾ അപ്പോൾ കെവിൻ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്ന പോലെ. ഹാ, പെർഫെക്റ്റ്. അതെ, അപ്പോൾ നാണത്തോടെ ഒരു ചെറിയ പുഷ് കൊടുത്താൽ മതി. ഓക്കെ. ഹാ, എക്സാക്ട്ലി. ഓക്കെ, 3, 2, 1, ഗോ. അയ്യോ, വീഴില്ലേ. പിന്നെ കെവിൻ, ബോഡി ഒന്ന് ഈസി. ഈ എക്സ്പ്രഷൻസ് ഒക്കെ വരില്ലേ മുഖത്ത്? Sorry, I need a break. കെവിൻ, നമുക്ക് ഇപ്പം തന്നെ തീർക്കാം. ഒരു 2 minutes. Sorry, I said I need a break. ഡാ നീ ഇപ്പോൾ ഒന്നും മിണ്ടാൻ നിൽക്കരുത്, കുറച്ച് കഴിഞ്ഞിട്ട്. ഡാ അതല്ല, ഞാൻ ഈ ബ്രേക്ക് ആയത് കാരണം സ്നാക്സ് എല്ലാവർക്കും കൊടുക്കാൻ. മോനെ, നീ ഒരു കാര്യം ചെയ്യ്, ഈ സ്നാക്സ് എല്ലാവർക്കും കൊടുക്കുക. സാറിന് വേണ്ട, ഞാൻ കൊടുത്തോളാം. ആ, ഓക്കെ. ആ, അതെ അതെ, അവി തന്നെ. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ആ, വലിയ ബാനർ ആണോന്നോ? ഡോ, മാർക്കോസ് ഇൻ്റർനാഷണലൊക്കെ ഇപ്പോൾ സ്വപ്നം കാണാൻ പറ്റുമോ? പിന്നെ ചുമ്മാ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ആ, അതാണ്. നമുക്കറിയാലോ, അവനെല്ലാവരോടും പറയും 2 ആഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഡസൻ കണക്കിനില്ലേ അല്ലേ? ആ, അല്ല അതിന് മാറ്റമൊന്നുമില്ല. പുതുമം തന്നെ, പുതുമം. നാടൻ കഥ, ഒരു നാടൻ ഫീൽ തോന്നിക്കുന്ന നായകൻ, നായിക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓഡിഷൻസ് ഇല്ല. അവൻ്റെ ഈ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ തന്നെയാണ് ഓഡിഷൻ. പിന്നെ നമ്മുടെ ചെറുക്കൻ്റെ കാലം എങ്ങനെയുണ്ട്? ആ, വിജയല്ല, വിജയ്ക്ക് നടുവേനല്ലേ, സൂര്യ. അവനോട് ശ്രദ്ധിക്കാൻ പറയണം, അല്ല അവിടെ നല്ല വഴക്ക് കേൾക്കട്ടോ. ആ, ജോ വിളിച്ചപ്പോൾ കൊട്ടക്കൽ അറേഞ്ച് ചെയ്യാന്നൊക്കെ അവി പറയുന്നുണ്ടായിരുന്നു. പറ അവി പറഞ്ഞെന്ന് വെച്ചാൽ നല്ല പേടിയാണ്. മൊത്തം ഇൻഡസ്ട്രി പറക്കില്ലേ? ആ, അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാനങ്ങോട്ട് വന്നേക്കാം. ഞാൻ വിളിക്കാം. ടീനു അല്ലേ? അതെ. ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുക. ഓ, പറയാൻ വിട്ടുപോയി. കൺഗ്രാറ്റ്സ് കേട്ടോ ഫോർ ജിംകോം. ഓ, താങ്ക് യു. കണ്ടിരുന്നു അല്ലേ? ആക്ച്വലി സാം പറയാൻ പറഞ്ഞതാ. ഏത് സാം? സാം, നിങ്ങൾക്ക് ജിംകോം ഐഡിയ പെൻഡ്രൈവിലാക്കി തന്ന സാം, ഓർമ്മ കിട്ടണില്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് ആരും ഒന്നും പെൻഡ്രൈവിലാക്കി തന്നിട്ടില്ല. നിങ്ങൾ വല്ല തെറ്റിദ്ധരിച്ചായിരിക്കും. എന്തു പറ്റി? എൻ്റെ സാം ഒരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഒരു ഐഡിയ കൊണ്ട് വലിയ കോടീശ്വരനാവണമെന്ന് ആഗ്രഹിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് മനോനില തെറ്റി. മാർക്കറ്റിൽ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള കുറെ ഐഡിയാസ് അവൻ്റെ അവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അവനും മടുത്തിട്ടുണ്ടാവും. അവൻ്റെ അസുഖം അവനെ കീഴടക്കി. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഒന്ന് തെളിച്ച് പറയാം. എൻ്റെ സാം എന്നെ വിട്ടിട്ട് പോയി. അവസാനമായിട്ട് എന്നെ വിളിച്ചത് ജിംകോം ഐഡിയ അവൻ്റെ അന്ന് പറഞ്ഞു. എല്ലാ പ്രാവശ്യത്തെയും പോലെ അവൻ്റെ അസുഖമായിരിക്കും സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ കാഷ്വലായിട്ട് ആശ്വസിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്രാവശ്യം അതെ, അവൻ്റെ അസുഖം തന്നെ സംസാരിച്ചത്. ആ, അതെനിക്ക് ചേട്ടനെ കണ്ടപ്പോൾ മനസ്സിലായി. നിങ്ങളൊരു മാന്യനാ. അല്ല, ഇത് എപ്പോഴായിരുന്നു? പോലീസിൽ എന്തെങ്കിലും? ഏയ്, അവൻ്റെ അസുഖത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. വലിയൊരു ജീനിയസിനെയാ ആ അസുഖം തിന്നു കളഞ്ഞത്. പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. 4-ാമത്തെ പേജിൽ. ചേട്ടനെ തെറ്റിദ്ധരിച്ചാലും ബുദ്ധിമുട്ടിച്ചാലൊക്കെ ക്ഷമിക്കണം കേട്ടോ. ഓ, ഇറ്റ്സ് ഓക്കേ, നോ വറീസ്. ശരി, വരട്ടെ. സർ, റെഡി അല്ലേ? തുടങ്ങാം. അല്ല, സാറിനോട് തന്നെയാ. പിന്നെന്താ തുടങ്ങാം. സാറേ, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. 19 ആഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളൂ. ഞാൻ നേരത്തെ എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ക്ഷമിക്കണം.
അല്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ രാവിലെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്തുപറ്റി? അത് മമ്മ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് എന്തുപറ്റി? അല്ല മമ്മ വിളിച്ചിട്ട് വീട്ടിലെ പശുവിൻ്റെ കയറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി പോയി. പശു? ആ വീട്ടിലെ പശു ഉണ്ടല്ലോ, ഈ പശുവിൻ്റെ പാല് നല്ല പ്രോട്ടീനാണല്ലോ. ഈ മസിലൊക്കെ നന്നവൻ ചുമ്മാ മേടിച്ചു വെച്ച്. പിന്നെ സാർ ബേസിക്കലി ഞാനൊരു തനി നാടനാണ്. എന്നിട്ടിപ്പോൾ എല്ലാം ശരിയാണ്. അത് പിന്നെ ഊണ് കഴിക്കുന്ന സമയം പശുരിച്ച് വീട്ടിലെത്തി. എന്താ അല്ലേ സാർ, നമുക്ക് തുടങ്ങിയല്ല ഷൂട്ട്? ഇഫ് യു ആർ റെഡി നമുക്ക് തുടങ്ങാം. സാർ ഞാൻ റെഡി ആയിരുന്നു. സാർ എന്തോ ആലോചിച്ചിരിക്കായിരുന്നു, ഞാൻ വെയിറ്റ് ചെയ്തതല്ലേ. തുടങ്ങാം, കുഴപ്പമില്ല. റെഡി? 3, 2, 1, go. Change. Nice. Wonderful. സാർ എക്സ്പ്രഷൻ ഓക്കെയാണോ? അടിപൊളിയാണ്, കറക്റ്റാണ്. സാർ ഒന്നുകൂടെ. ഇറ്റ്സ് നൈസ്. ഗുഡ് ജോബ്. രണ്ടുപേരും അടിപൊളിയുണ്ട്. സാറിന് ഇഷ്ടമായോ? അപ്പോൾ കോപ്പി ചെയ്തോ. ഓക്കെ അല്ലേ?